ഡെൽ ഓപ്പറേറ്റർ ഓർ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ. ഈ ഓപ്പറേറ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെക്നിക്കലായിട്ടുള്ള കാൽക്കുലേഷൻസിന് യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, അതിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീൻ്റെ ഒരു ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രേഡിയൻ്റ് ഓഫ് ദാറ്റ് സ്കെയിലാർ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. എന്താണ് ഗ്രേഡിയൻ്റ്? അതുപോലെയുള്ള കുറച്ച് ടേംസ്, ഡൈവേർജൻസ്, കേൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേംസ്, ആ ടേംസൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പറേറ്ററാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതൊരു ഇക്വേഷനാണ്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് ഒരു ഫീൽഡിൻ്റെ മേലെ ഓപ്പറേറ്റ് ചെയ്യുക, അതായത് ഒരു ഇക്വേഷനിൽ ആ ടേം ആഡ് ചെയ്യുക, അതിനെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് അല്ലേ. നിങ്ങൾക്ക് ഇത് പുതിയതായിരിക്കും. ഗ്രേഡിയൻ്റ്, ഡൈവേർജൻസ്, കേൾ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും. അതിൻ്റെ ഡെഫിനേഷനും അതിൻ്റെ ഡെറിവേഷനും എങ്ങനെ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യും, അതുമാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഓരോന്നിനെയും പറ്റി പറയുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തിയറം പഠിക്കാനുണ്ട്. ആ തിയറം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലെ അതിൻ്റെ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണിത്. ഡെറിവേഷണൽ ഇക്വേഷൻ, ശരിക്കും പറഞ്ഞാൽ ഈ സബ്ജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ പറയാം. ഇത്രയും കാര്യം പറഞ്ഞൊക്കെ മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇതിന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബേസ് ആയിരുന്നു. ഇപ്പോൾ ഇത് സബ്ജക്റ്റിലോട്ട് നമ്മൾ കടക്കുകയാണ്. അതായത് ഓരോ ടേമും നമ്മൾ പറയാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് ടേമാണ് ഗ്രേഡിയൻറ്റ്. ഗ്രേഡിയൻ്റ് എന്ന് പറയുന്ന ടേമാണ് ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്ക് ഡെൽ ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കാം. ഡെൽ ഓപ്പറേറ്റർ ഓർ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേറ്റർ ഉണ്ട്. ആ ഓപ്പറേറ്ററിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നമുക്ക് നോക്കാം. ഓപ്പറേറ്റർ ഇതാണ് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യുക എങ്ങനെയാണ്? നബ്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൈനാണിത്. നമ്മൾ ഗ്രീക്ക് ലെറ്ററിൽ ഡെൽറ്റ അല്ല, ഡെൽറ്റ തിരിഞ്ഞിട്ടാണുള്ളത് കേട്ടോ. നമ്മളെപ്പോഴും ഡെൽറ്റ ആയിട്ട് കൺഫ്യൂസ് ആയി പോകും. കൺഫ്യൂസ് ആവാൻ പാടില്ല. ഇത് ഡെല്ലാണ്, ഡെൽറ്റ അല്ല, ഡെൽ. നബ്ല സിമ്പിൾ എന്നാണ് ഇതിന് പറയുക. ഡെൽറ്റ ഇൻവേഴ്സ് ചെയ്തിട്ടുള്ളൊരു സിമ്പിളാണ് ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ആ ഓപ്പറേറ്ററിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എന്നും ഇതിനെ പറയും. വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ഡിഫറൻസിയേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ് ഡിഫറൻസിയേഷൻ. അപ്പോൾ വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററാണ് ഈ ഡെൽ, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ എന്നും പറയും. നമ്മൾ കോമൺ ആയിട്ട് ഡെൽ എന്നാണ് പറയുക. ഇപ്പം ഇൻറ്റു എന്ന് പറയുന്നത് പോലെ ഡെൽ എന്നാണ് പറയുക. അതിൻ്റെ പേരാണ് ഗ്രേഡിയൻ്റ് ഓപ്പറേറ്റർ, വെക്റ്റർ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ. ശരിക്കും ഒരു ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ്. നമ്മളൊരു സ്കെയിലാർ ക്വാണ്ടിറ്റീനെ ഒരു ഡിഫറൻസിയേഷൻ, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ക്വാണ്ടിറ്റീനെ ഒരു ഡിഫറൻസിയേഷൻ ചെയ്യുകയാണ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. മെയിനായിട്ട് 4 കാര്യങ്ങൾ, 4 ക്വാണ്ടിറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ആ 4 എണ്ണമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ, ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റി വി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീൻ്റെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാൻ. ഗ്രേഡിയൻ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറയുന്നത്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാൻ ആണ് ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ഡെൽ ഓഫ് വി എന്ന് എഴുതാം. അതിന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനെ ഗ്രേഡിയൻ്റ് ഓഫ് വി എന്ന് പറയും. ഗ്രേഡിയൻ്റ് ഓഫ് വി. വി എന്തായിരിക്കണം? വി മസ്റ്റ് ബി എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെൽ യൂസ് ചെയ്യുന്നത്. അതിനെ ഗ്രേഡിയൻ്റ് ഓഫ് വി എന്ന് പറയും. ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ഈ വി ഇങ്ങനെ ഡിനോട്ട് ചെയ്യുമ്പോൾ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ ഗ്രേഡിയൻറ്റ്. ഇനി അഗെയിൻ ഇത് യൂസ് ചെയ്യുന്നത് ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ. ഡൈവർജൻസ് കേട്ടിട്ടുണ്ടോ ഇതിന് മുന്നേ? അതാണ് കണ്ടുപിടിക്കുന്നത്. ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ. ഈ ഓരോ കാര്യവും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഡൈവർജൻസ് ഓഫ് എ വെക്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യും. അത് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഡെൽ ഡോട്ട് എ. എന്താണ് വായിക്കുക? ഡെൽ ഡോട്ട് എ ഓർ ഡൈവർജൻസ് ഓഫ് എ. ഇതിനെ പറയുന്നതാണ് ഡൈവർജൻസ് ഓഫ് എ. ഇനി നെക്സ്റ്റ് കേൾ ഓഫ് എ വെക്റ്റർ. കേൾ ഓഫ് എ
വെക്റ്റർ. ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ കേൾ എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അത് എത്രമാത്രം കേളിയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് കേൾ ഓഫ് എ വെക്റ്റർ. ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഡെൽ ക്രോസ് എ എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇനി ലേപ്ലേഷൻ ഓഫ് സ്കെയിലാർ വി, ഡെൽ സ്ക്വയർ വി എന്ന് റെപ്രസെൻറ്റ് ചെയ്യും ലേപ്ലേഷൻ ഓഫ് സ്കെയിലാർ വി. ഓരോന്നിൻ്റെയും നൊട്ടേഷൻ മാത്രം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുള്ളൂ. ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ വി ഈസ് റിട്ടൺ ആസ് ഡെൽ വി. ഡൈവേർജൻസ് ഓഫ് വെക്റ്റർ എ ഈസ് റിട്ടൺ ആസ് del dot a and curl of a vector written as del cross v. Laplacian of scalar v is written as del square v. ഇത് എന്തിനാണ് ഇത് ആദ്യമേ പറയുന്നത് എന്ന് വെച്ചാൽ ഇനി പല ഡെറിവേഷനും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡെൽ ഓഫ് എ, ഡെൽ ഡോട്ട് വി, ഡെൽ ക്രോസ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അതൊരു വേറെ ഒരു ലാംഗ്വേജ് പോലെ തോന്നും. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ. 2 വെക്റ്ററിൻ്റെതും 2 സ്കെയിലറിൻ്റെതും. സ്കെയിലാർ ഗ്രേഡിയൻ്റ് ഓഫ് വി, ലാപ്ലേഷൻ ഓഫ് വി, അത് 2 സ്കെയിലാറിൻ്റെ പ്രോപ്പർട്ടിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡൈവേർജൻസ് ഓഫ് എ ആൻഡ് കേൾ ഓഫ് എ എന്ന് പറയുന്നത് വെക്റ്ററിൻ്റെ പ്രോപ്പർട്ടിയാണ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കാൽക്കുലേഷന്, നമ്മളെ ഫീൽഡിൻ്റെ കാൽക്കുലേഷന് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും EMFT എന്ന് പറയുന്ന ടോപ്പിക്ക്, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് മാത്സുമായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, നമുക്ക് അതിൻ്റെ കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, നമുക്ക് അതിൻ്റെ ഒരു ട്രിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ആ ട്രിക്സാണ്, ആ മാത്തമാറ്റിക്കൽ ടിപ്സും ട്രിക്സുമാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ പറയുന്നത്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഫിസിക്കൽ മീനിങ് ഓഫ് ഈ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ആണ്. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. പക്ഷെ അത് മനസ്സിലാക്കാതെ വെറുതെ ബൈ ഹാർട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ച് ടഫാണ്. ഈ ഡെല്ലും ഡെൽ ക്രോസും ഡെൽ ഡോട്ടും ഡെൽ സ്ക്വയറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അതാണ് ശരിക്കും EM തിയറീനെ കൊണ്ട് ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കൺസെപ്റ്റ് ഉണ്ടാവണം. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഡെറിവേഷനും ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഒരു വെക്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് അതിനെ ആലോചിക്കുന്നത് എന്താണിപ്പം? അത് ശരിക്കും നിങ്ങൾക്ക് ആ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റണം. അതാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. വെക്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 ഡയമെൻഷനിൽ ഒരു വെക്റ്ററിനെ എടുക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവുക വെക്റ്റർ? അതിനൊരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലേ. ഒരു ഡയറക്ഷൻ ഉണ്ടാവും, ഒരു മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും. അതാണ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ. സ്കെയിലാർ എന്ന് പറഞ്ഞാലോ അതിനൊരു ഡയറക്ഷൻ കാണില്ല, ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണൂ. ഇപ്പോൾ x² + 2x + 3y എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്, ഒരു സ്കെയിലാറാണ്. ഇനി 3x × ax + 3z × ay + 4az = എ വെക്റ്റർ. അതിനൊരു ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു ഡയറക്ഷനുള്ള ക്വാണ്ടിറ്റീനെ വെക്റ്റർ എന്നും ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീനെ സ്കെയിലാർ എന്നും പറയും. ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സ്കെയിലാർ എന്താണ്, വെക്റ്റർ എന്താണ്. എല്ലാ ക്ലാസ്സിലും ഓൾമോസ്റ്റ് അധികം ഈ സ്കെയിലാർ വെക്റ്റർ പറയുന്ന ക്ലാസ്സിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്നെ എനിക്ക് പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ഡെൽ ഓപ്പറേറ്ററിൻ്റെ ഇക്വേഷൻ നോക്കാം. എന്തിനാണ് ഈ ഡെല്ലിന് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. ഇത് കുറച്ചൊരു വലിയ ഇക്വേഷനാണ്. വലുതൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. dy/dx × ax + dy/dy × ay + dy/dz × az. d അല്ല ഡോ ആണ് കേട്ടോ. ∂/∂x × ax + ∂/∂y × ay + ∂/∂z × az. ഇതിന് എന്താണ് നിങ്ങൾ പറയുക? ഈ ഡോ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പാർഷ്യൽ ഡിഫറൻസിയേഷൻ അല്ലേ. പാർഷ്യൽ ഡിഫറൻസിയേഷൻ. എങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ നമ്മൾ ചെയ്യുന്നത്? അറിയാലോ എല്ലാവർക്കും എങ്ങനെയാണ് ചെയ്യുന്നത്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ ടേംസ് ഓഫ് എക്സിലാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നതെങ്കിൽ
അതിനകത്തുള്ള എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റീനെ മാത്രം വേരിയബിളായിട്ട് ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ടും കൺസിഡർ ചെയ്യും. അങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഒരു ടേമിൻ്റെ അകത്ത് എക്സിൻ്റെ ടേമിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും, ബാക്കിയുള്ളതിനൊക്കെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. എഗെയിൻ ഇതാണെങ്കിൽ വൈൻ്റെ ടേമിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും, ബാക്കിയുള്ളതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. സെഡിൻ്റെ ടേമിനെ മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യും, ബാക്കിയുള്ള ടേംസിനെ അതായത് എക്സ് ആൻഡ് വൈ ടേംസിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ. ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്താണെന്നൊക്കെ. അതിൻ്റെ ആപ്ലിക്കേഷനാണിത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള മാത്സ് ഇതിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണ്. അതിൻ്റെ കൺസെപ്റ്റും ഇതിലാണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾ മാത്സ് പഠിച്ചിട്ടുള്ളതൊക്കെ ഒരു ഇലക്ട്രോണിക്സ് സ്റ്റുഡൻറ്റ് പഠിച്ചിട്ടുള്ള മാത്സിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി. അപ്പോൾ ഈ ഇക്വേഷൻ പഠിക്കുക. ഇതാണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്. കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലുള്ള ഡെല്ലിൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലുള്ള ഡെല്ലിൻ്റെ ഇക്വേഷനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, പാർഷ്യൽ ഡിഫറൻസിയേഷൻ തന്നെയാണ്. പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതിനിടയ്ക്ക് ഒരു 1/ρ ടേം വരുന്നേ ഉള്ളൂ. ഡോറോ ബൈ ഡോറോ പ്ലസ് എറോ ഇൻറ്റു ഡോ ബൈ ഡോറോ പ്ലസ് A5 ഇൻറ്റു 1/ρ ഡോ ബൈ ഡോ 5 പ്ലസ് AZ ഇൻറ്റു ഡോ ബൈ ഡോ സെറ്റ്. ഇതാണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ. നെക്സ്റ്റ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആകുമ്പോൾ ഇവിടെ ഒരു 1/r വരും, ഇവിടെ ഒരു 1/r സൈൻ തീറ്റ വരും. എങ്ങനെയാണ് അതിൻ്റെ ഓർഡർ? AR A തീറ്റ A5 ആണ്. നേരത്തേതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? എറോ A5 AZ. ഇത് ഓർമ്മിച്ച് വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ കൂടെ ഒരു 1/r ടേം വരും, ഇതിൻ്റെ കൂടെ ഒരു 1/r സൈൻ തീറ്റ ടേം വരും. എഗെയിൻ ഇത് നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ എളുപ്പത്തിനാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത് നമുക്ക് കിട്ടുമല്ലോ, ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു AX പ്ലസ് ഡോ ബൈ ഡോ വൈ ഇൻറ്റു AY പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു AZ. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ ഒരു ഓർഡറിൽ ഓർമ്മിച്ച് വെക്കലേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യണ്ട. എറോ A5 A തീറ്റ, അതിൻ്റെ കൂടെ ഡോ ബൈ ഡോറോ ഡോ ബൈ ഡോ 5 ഡോ ബൈ ഡോ സെറ്റ്. ഈ നടുക്കത്തെ ടേമിൻ്റെ കൂടെ ഒരു 1/ρ വരും. ഇവിടെ ആകുമ്പോൾ നടുക്കത്തെ ടേമിൻ്റെ കൂടെ 1/r വരും, അതിൻ്റെ കൂടെ തന്നെ ലാസ്റ്റ് ടേമിൻ്റെ കൂടെ 1/r സൈൻ തീറ്റയും വരും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ഇക്വേഷൻ ഒരു 10 ടൈംസ് ഓർ 15 ടൈംസ് എഴുതി പഠിക്കുക. ഇതാണ് പറയാനുള്ളത്. വേറെ എങ്ങനെയും ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റൂല. ഈ കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് ഇതൊരു 10 ടൈംസ് ഓർ 15 ടൈംസ് എഴുതിയിട്ട് തന്നെ പഠിക്കുക. അല്ലെങ്കിൽ ഡോവും മാറും തീറ്റയും സൈനും എല്ലാം മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് നല്ല തറവായി കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ഇക്വേഷനൊക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് പഠിക്കാൻ മാത്രമേ ടെക്നിക്കലിലോ നിങ്ങൾക്ക് നന്നായിട്ട് ബൈ ഹാർട്ട് പഠിക്കുക. ഇക്വേഷൻ മാത്രം, ബാക്കിയുള്ള കൺസെപ്റ്റൊക്കെ ഓർമ്മിച്ചിട്ട് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഇക്വേഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇക്വേഷൻ എഴുതി തന്നെ പഠിക്കണം. അത് ഓർഡർ ഓർമ്മിച്ചാൽ മതി. ഞാൻ പറഞ്ഞതുപോലെ ഈ ഓർഡർ ഓർമ്മിച്ച് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി വാട്ട് ഈസ് ദി ഗ്രേഡിയൻ്റ് ഓഫ് ദി വെക്റ്റർ? ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ. ഒരു സ്കെയിലാറിൻ്റെ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഡെഫിനീഷൻ പോലെയാണ്. ഇറ്റ് ഈസ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻക്രീസ് ഓഫ് V. മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ഇൻക്രീസ് ഓഫ് V. അതായത് V മാക്സിമം ഇൻക്രീസ്, V എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി മാക്സിമം ഇൻക്രീസ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണ്, അതാണ് ഗ്രേഡിയൻ്റ് പറയുന്നത്. ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിൽ നമ്മളെ സ്കെയിലാർ ക്വാണ്ടിറ്റി V എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി എങ്ങനെയാണോ ഇൻക്രീസ് ചെയ്യുന്നത്, മാക്സിമം ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷൻ
അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്, ഡയറക്ഷൻ പ്ലസ് മാഗ്നിറ്റ്യൂഡ്, അതിനാണ് ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. നമ്മളെ സ്കെയിലാർ ക്വാണ്ടിറ്റി വി അല്ലേ, ആ വി എന്ന് പറയുന്ന സ്കെയിലാർ ക്വാണ്ടിറ്റി നമ്മളൊരു സ്പേസിൽ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫ്ലക്സ് പോലെ അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും. ഓരോ സൈഡിലും അതിന് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പം x² പ്ലസ് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ആ സ്കെയിലാർ ക്വാണ്ടിറ്റിക്ക് ഡിഫറെൻറ്റ് എക്സും വൈയും ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാവും. അങ്ങനെ ഡിഫറെൻറ്റ് വാല്യൂസ് ഉണ്ടാകുന്ന ആ ക്വാണ്ടിറ്റി ഏത് ഡയറക്ഷനിലോട്ട് എത്രമാത്രം മാക്സിമം റേറ്റ് ഓഫ് ഇൻക്രീസ്, അതായത് അതിൻ്റെ ഡയറക്ഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും, അതിനാണ് നമ്മൾ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയുടെ മാക്സിമം സ്പേസ് റേറ്റ് ഓഫ് ഇൻക്രീസ്, അതിനെയാണ് ഗ്രേഡിയൻ്റ് ഓഫ് ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ എന്ന് പറയുന്നത്. ഇതൊരു ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി ഡെഫിനിഷൻ ഇങ്ങനെ തന്നെ എഴുതണം. ദ ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ ഫീൽഡ് വി ഈസ് എ വെക്റ്റർ ദാറ്റ് റെപ്രസെൻറ്റ്സ് ബോത്ത് the magnitude and direction of maximum space rate of increase of v. ഗ്രേഡിയൻ്റ് ഒരു ഓപ്പറേറ്റർ. ആ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്, ആ ഗ്രേഡിയൻ്റ് ഒരു സ്കെയിലാറിൻ്റെ മേലെയാണ് ആക്ട് ചെയ്യുക. അതായത് സ്കെയിലാർ ക്വാണ്ടിറ്റീൻ്റെ മാക്സിമം സ്പേസ് റേറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട്, അതായത് ഗ്രേഡിയൻ്റ് ഓഫ് സ്കെയിലാർ എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ ഒറ്റ ഡെഫിനീഷനിൽ ഒരുപാട് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് അല്ലേ. ഡെഫിനീഷൻ ഒരു സിംഗിൾ ലൈൻ ഡെഫിനീഷനാണ്, പക്ഷേ അതിനകത്ത് ഒരുപാട് കാര്യം മനസ്സിലാക്കാനുണ്ട്. എന്തൊക്കെയാണത്? ആദ്യം തന്നെ പറയുന്നത് ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്ററാണ്. ഗ്രേഡിയൻ്റ് ഓഫ് എ സ്കെയിലാർ എന്ന് പറയുന്നത് ഒരു വെക്റ്ററാണ്. ആ വെക്റ്റർ എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആ സ്കെയിലാറിൻ്റെ മാക്സിമം സ്പേസ് റേറ്റ്, അതായത് അത് മാക്സിമം ചേഞ്ച് അല്ലെങ്കിൽ മാക്സിമം വേരിയേഷൻ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവുന്ന ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലാക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫിഗർ നോക്കാം. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിഗർ. ഇതാണ് നമ്മൾ സ്കെയിലാർ, നമ്മളൊരു സ്കെയിലാർ വി, ആ വിയുടെ വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടോർ എന്നാണ് പറയുക. ഇത് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അതുപോലെ തന്നെ ഇതും വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വേറൊരു കോണ്ടോർ. അഗെയിൻ ഇത് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അനദർ കോണ്ടോറാണ്. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടോർസാണ് ഈ കാണിച്ചിട്ടുള്ളത്. വി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഏരിയാസ് അല്ലെങ്കിൽ ലൈൻസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത്, കോണ്ടോർസാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം ഇങ്ങനെ തന്നെ വരയ്ക്കുക. ഇത് ഫസ്റ്റ് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടോർ, ഇത് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അനദർ കോണ്ടോർ, ഇത് വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അതർ കോണ്ടോർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ജി ആണ്, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റി, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച്. അതാണ് ഈ ജി എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രേഡിയൻ്റ് എന്ന് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇത് ഈ ഡയറക്ഷനിലാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇതൊരു ഡി എൽ എന്ന് പറയുന്ന ഒരു ലെങ്ത്, ഒരു സ്മോൾ ലെങ്ത്താണ് ഫ്രം P1 to P2. അതായത് P1 എന്ന് പറഞ്ഞാൽ V1ൻ്റെ മേലെയുള്ളൊരു പോയിൻ്റാണ്. V1ൻ്റെ മേലെയുള്ളൊരു പോയിൻ്റ്. V1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ V എന്ന് പറയുന്ന സ്കെയിലാർ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കോണ്ടോർ. ഇനി P1 എന്ന് പറഞ്ഞാൽ ഇതിന് മേലെയുള്ള ഒരു പോയിൻ്റാണ്. P2 എന്ന് പറഞ്ഞാൽ V2ൻ്റെ മേലെയുള്ളൊരു പോയിൻ്റാണ്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ് വി. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോണ്ടോർസാണ് ഈ കാണിച്ചിട്ടുള്ളത്.
വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്നാണെങ്കിൽ അതൊരു പരാബോള ആയിരിക്കും അല്ലേ. അതേപോലെ ഇവിടെ വി കോൺസ്റ്റൻ്റ് ആയിട്ട് എക്സ് സ്ക്വയർ വൈ സ്ക്വയറിനൊരു 2 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഉള്ള കോണ്ടോർ കിട്ടൂലേ. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു കോൺസ്റ്റൻറ്റ് കോണ്ടോർ കിട്ടും. അങ്ങനെയുള്ള കോണ്ടോർസാണ് V1, V2, V3. അഗെയിൻ V1ൻ്റെ മേലെയുള്ളൊരു പോയിൻ്റാണ് P1. P2 ഒരു V2 എന്ന് പറയുന്ന കോണ്ടോറിലുള്ള ഒരു പോയിൻ്റാണ് P2. ഇനി P1 to P2 ഡയറക്റ്റ് ചെയ്യുന്നൊരു ലെങ്ത്താണ് DL. ഇത്രയും കാര്യങ്ങൾ ഈ ഫിഗറിൽ മനസ്സിലാക്കുക. ഫിഗർ വരയ്ക്കുമ്പോൾ ഇതോരോന്നും മനസ്സിലാക്കിയിട്ട് വരയ്ക്കുക. G എന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഗ്രേഡിയൻറ്റ്. നമ്മളിവിടെ ചിത്രത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ജിയുടെ ഒരു ഡയറക്ഷൻ G കൊടുത്തിട്ടുണ്ട്, G വരച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ നിങ്ങൾ ഡെറിവേഷൻ പോലെ തന്നെ പഠിക്കണം. ടെക്സ്റ്റിലുള്ള അതേ ഡെറിവേഷനാണ് തന്നിട്ടുള്ളത്. ടെക്സ്റ്റിൽ ഉള്ള അതേ ഡെറിവേഷൻ തന്നെയാണ്, ടെക്സ്റ്റിൻ്റെ പേജ് തന്നെയാണിത്. ഓക്കെ. അപ്പോൾ the mathematical expression for gradient is obtained by evaluating the difference in vector field dv between points P1 and P2, where V1, V2, V3 are the contours which V is constant. V constant ആയിട്ടുള്ള കോണ്ടോർസ് ആണ്. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി ഡിഫറൻസ് ഓഫ് ഫീൽഡ് V, അതായത് V എന്ന് പറയുന്ന ഒരു ഫീൽഡാണെന്ന് അസ്യൂം ചെയ്യുക, ഒരു സ്കെയിലാർ ഫീൽഡാണെന്ന് അസ്യൂം ചെയ്യുക. ആ ഫീൽഡ് P1 എന്ന് പറയുന്ന പോയിന്റിലും P2 എന്ന് പറയുന്ന പോയിന്റിലും ഉള്ള വ്യത്യാസം, അതിനെയാണ് നമ്മൾ dV എന്ന് പറയുന്നത്. സ്മോൾ ചേഞ്ച് ഇൻ V ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് P1 ആൻഡ് P2 ഇൻ ദ ഫിഗർ 3.12 നമ്മൾ കാണിച്ച നേരത്തെ ഫിഗറാണ്. ഇനി ആർ കോണ്ടോർസ് ഓൺ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ എഴുതണം, ഇത്രയും നിങ്ങൾ എഴുതണം. ഇനി dV ഈസ് ഈക്വൽ ടു, എങ്ങനെയാണ് നമ്മൾ dV ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പോയിൻറ്റ്സ് P1 ആൻഡ് P2, ഈ പോയിൻറ്റ്സിലുള്ള V തമ്മിലുള്ള ഡിഫറൻസ്, അവിടെയുള്ള V എന്ന് പറയുന്ന ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാൽക്കുലസിൽ എന്താ ചെയ്യുക, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുക അല്ലേ. ഡോ V ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്, ഡോ V ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ, ഡോ V ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ്. ഇനി നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ തന്നെ നമുക്ക് എങ്ങനെ എഴുതാം, ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു എ വൈ പ്ലസ് ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു എ സെഡ് ഡോട്ട് ഡി എക്സ് ഇൻറ്റു എ എക്സ് പ്ലസ് ഡി വൈ ഇൻറ്റു എ വൈ പ്ലസ് ഡി സെഡ് ഇൻറ്റു എ സെഡ് എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. ഇങ്ങനെ ആക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും, ഇത് ഇൻറ്റു ഇത് അല്ലേ. അപ്പം ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ്, രണ്ടും എ എക്സ് ആണ്. എ എക്സ് ഡോട്ട് എ എക്സ് 1 അല്ലേ. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് വരും. അതേപോലെ തന്നെ ഈ ടേം ഇൻറ്റു ഈ ടേം, എ വൈ ഡോട്ട് എ വൈ എന്താണ് 1 ആണ്. അപ്പോൾ ഡോ വി ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ സെക്കൻഡ് ടേം. ഇനി ഡോ വി ബൈ ഡോ സെഡ് ഇൻറ്റു ഡി സെഡ് ഇങ്ങനെ വരിക. ഇത് രണ്ടും കൂടി ഡോട്ട് പ്രൊഡക്റ്റ്, ഇവിടെ ഡോട്ടാണ്, ഡോട്ട് പ്രൊഡക്റ്റാണ് ഡോട്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഈ സെയിം ഇക്വേഷൻ തന്നെ കിട്ടും അല്ലേ. ഡിഫറൻസ് തന്നെ കിട്ടും, ഈ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ തന്നെ കിട്ടും. ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താക്കണം, ഡോ വി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും അല്ലേ. ഡി എക്സിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എക്സിൻ്റെ ഡെറിവേറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ്, ഈ ടേമിനെ നമുക്ക് ഗ്രേഡിയൻറ്റ് ജി ഓഫ് വി എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ജി ഓഫ് വി എന്ന് എഴുതിയ ടേം തന്നെയല്ലേ ഇത് അല്ലേ. ഗ്രേഡിയൻ്റ് എന്ന് നേരത്തെ പറഞ്ഞ ടേമാണ് ഈ ടേം. അതിൻ്റെ കൂടെ ഒരു വി വന്നിട്ടുണ്ട്, നമ്മൾ വിയിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വി വന്നിട്ടുണ്ട്. അപ്പോൾ ജി ഈസ് ഈക്വൽ ടു ഗ്രേഡിയൻ്റ് ഓഫ് വി ഈസ് ഈക്വൽ ടു ഈ നമുക്ക് കിട്ടിയിട്ടുള്ള സാധനമാണ്. എഗെയിൻ ഇതെന്താണ്, ഈ ടേമിന് നമ്മൾ കണ്ടിട്ടില്ലേ, ഡിഫറൻഷ്യൽ ലെങ്ത്തിൻ്റെ ഇക്വേഷനാണ് അല്ലേ.
അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി വി ഡിഫറൻസ് ഇൻ വി, അതായത് ചേഞ്ച് ഇൻ വി ഈസ് ഈക്വൽ ടു ജി ഡോട്ട് ഡി എൽ എന്ന് എഴുതാം. ഇതിനെ ജി എന്ന് എഴുതാം, ഇതിനെ ഡി എൽ എന്നും എഴുതാം. അപ്പോൾ ജി ഡോട്ട് ഡി എൽ എന്ന് എഴുതാം. ജി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു ജി കോസ് തീറ്റ ഇൻറ്റു ഡി എൽ എന്നും എഴുതാം. ഇനി അഗെയിൻ ഡി വി ഈസ് ഈക്വൽ ഡി വി ബൈ ഡി എൽ, നമ്മൾ ഈ ഇക്വേഷൻ്റെ അന്ന് ഡി എല്ലിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ഈസ് ഈക്വൽ ടു ജി കോസ് തീറ്റ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? ഡി വി ബൈ ഡി എൽ ഈസ് ഈക്വൽ ടു ജി കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഈ ഡി എല്ലിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ. ഇനി അഗെയിൻ ഡി എൽ ഈസ് ദി ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഡി എല്ലിനെ ഡിഫൈൻ ചെയ്തത്. P1 ടു P2ലേക്കുള്ളൊരു ലെങ്ത്, ഡിഫറൻഷ്യൽ ലെങ്ത്താണ് ഡി എല്ലിന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെ ജിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിളും കാണിച്ചിട്ടുണ്ട്, അതാണ് തീറ്റ. അപ്പോൾ ജി നമ്മൾ ഡിഫൈൻ ചെയ്തു, ഡി എൽ ഡിഫൈൻ ചെയ്തു, തീറ്റ ഡിഫൈൻ ചെയ്തു. അഗെയിൻ ഇനി എന്താണ്? ഡി എൽ ഈസ് ദി ഡിഫറൻഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് വൺ, പി ആൻഡ് തീറ്റ ഈസ് ദി ആംഗിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഡി വി ബൈ ഡി എൽ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? കോസ് തീറ്റ മാക്സിമം ആവുമ്പോഴായിരിക്കും അല്ലേ? കോസ് തീറ്റ മാക്സിമം ആവുമ്പോഴായിരിക്കും. കോസ് തീറ്റ എപ്പോഴാണ് മാക്സിമം ആവുന്നത്? കോസ് തീറ്റ മാക്സിമം ആവുന്നത് തീറ്റ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് ഡി എൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആകുമ്പോൾ, ഡി എല്ലും വിയും പെർപെൻഡിക്കുലർ ആവുമ്പോൾ, അപ്പം എന്തായിരിക്കും? നോർമൽ ആയിട്ടുള്ളപ്പോൾ ഡി എൽ പെർപെൻഡിക്കുലർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ദ നോർമൽ വെക്ടർ ആവുമ്പോൾ ആയിരിക്കും എന്താവുന്നത്? ഡി എൽ ബൈ ഡി വി ബൈ ഡി എൽ മാക്സിമം, അല്ലെങ്കിൽ ജി മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി ആകുന്നത്. മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതിന് മുന്നേ നമ്മൾ മാത്സിൽ ചെയ്തിട്ടില്ല. നിങ്ങൾ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ മാക്സിമം കിട്ടുമ്പോഴാണ് ഇതിൻ്റെ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ വാല്യൂ മാക്സിമം ആവുന്നത് തീറ്റ 0 ആകുമ്പോഴാണ്. വെൻ ഡി എൽ ഈസ് ദി ഡയറക്ഷൻ ഓഫ് ജി, ജിൻ്റെ ഡയറക്ഷനിൽ ഡി എൽ ആവുമ്പോഴാണ്. വിക്ക് നോർമൽ ആവുമ്പോഴാണ്. ജി എല്ലിൻ്റെ സെയിം ഡയറക്ഷനിൽ ഓക്കെ. തീറ്റ സിക്കൽ ടു നേരത്തെ 90 ഡിഗ്രി എന്നാണ്, 0 ഡിഗ്രിയാണ്. തീറ്റ 180 ഓർ 0 ഉള്ളപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? കോസ് തീറ്റ മാക്സിമം കിട്ടുക. കോസ് തീറ്റൻ്റെ വാല്യൂ മാക്സിമം കിട്ടുന്നത്. അപ്പോൾ ഡി എൽ ഈസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ജി ആവുമ്പോൾ, നോർമൽ ടു വി ആവുമ്പോൾ, വി ആയിട്ടുള്ള ആംഗിളാണ് 90 ഡിഗ്രി അല്ലെങ്കിൽ നോർമൽ ആംഗിൾ. ജി ആയിട്ടുള്ള ആംഗിൾ എന്തായിരിക്കും? 0 ഡിഗ്രി ആവുമ്പോൾ. അപ്പോൾ വി ആയിട്ടുള്ള ആംഗിൾ 90 ഡിഗ്രി ആവുമ്പോൾ ജി ആയിട്ടുള്ള ആംഗിൾ 0 ഡിഗ്രി അല്ലെങ്കിൽ ജീൻ്റെ സെയിം ഡയറക്ഷനിൽ ഡി എൽ വരുമ്പോഴാണ് മാക്സിമം ആവുന്നത്. അപ്പോൾ ഡി വി ബൈ ഡി എൻ എന്ന് പറയുന്നത് നോർമൽ ഡെറിവേറ്റീവ് എന്ന് പറയും. നോർമൽ ഡെറിവേറ്റീവ് ആൻഡ് ജി ഹാസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ദോസ് ഓഫ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി. ഇനി by definition G is the gradient of V. G is the gradient of V. Therefore grade V is equal to del V dou V by dou x into Ax plus dou V by dou y into Ay plus dou V by dou z into Az. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിറൈവ് ചെയ്തു. ഈ ഇക്വേഷൻ തന്നെ നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. അതിനൊരു ഡെഫിനീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡിഫറൻസ് എടുത്തത് അല്ലേ? ആദ്യം ഡിഫറൻസ് ബിറ്റ്വീൻ
ഫീൽഡ് എടുത്തു. ഡിഫറൻസ് ബിറ്റ്വീൻ ഫീൽഡ് ഡി വി ഈസ് ഈക്വൽ ടു ഇതിൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷനാണ്. ആ പാർഷ്യൽ ഡിഫറൻസിയേഷൻ്റെ ഇക്വേഷൻ അഗെയിൻ നമ്മൾ ഇങ്ങനെയാക്കി എഴുതി. ഡി എക്സ് ഡി വൈ ഡി സെഡിന് നമ്മൾ എ എക്സ് എ വൈ എ സെഡ് സപ്ലൈ ചെയ്തു. അഗെയിൻ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി പോലെ ഡി വി ഇൻറ്റു എ എക്സ് പ്ലസ് ഡോ വി ഇൻറ്റു ഡോ എ വൈ പ്ലസ് ഡോ വി ഇൻറ്റു എ സെഡ് എടുത്തു. അപ്പോൾ അത് നമ്മൾ ജി ആണെന്ന് അസ്യൂം ചെയ്തു അല്ലേ. നമ്മൾ ജി ആണെന്ന് എടുത്തു. ഇനി അതിൻ്റെ കൂടെ ഈ പോർഷൻ ഡി എൽ ആണ്, ഡിഫറൻഷ്യൽ ലെങ്ത് ആണ്. ജി ഡോട്ട് ഡി എൽ ഓർ ജി കോസ് തീറ്റ ഡി എൽ ഈസ് ഈക്വൽ ടു ഡി വി ഡിഫറൻസ് ഇൻ വി എന്നെടുത്തു. അപ്പോൾ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് ഡി വി ബൈ ഡി എൽ മാക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മാക്സിമം ആവുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ജിയുടെ ഡയറക്ഷനിൽ തന്നെ എല്ലും വരുമ്പോൾ വിക്ക് നോർമലായിട്ട് വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? മാക്സിമം വാല്യൂ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ജി ഹാസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ദോസ് മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി. അതായത് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി, അതിനെയാണ് ജി എന്ന് പറയുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻ, മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി എന്നാണ് നമ്മൾ ജി. നമുക്ക് കിട്ടി, നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തു. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് വി എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വി, അതിൻ്റെ ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എന്തായിരിക്കും? മാക്സിമം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വിൻ്റെ ഡയറക്ഷനിലും മാഗ്നിറ്റ്യൂഡിലും ആയിരിക്കും. ഓക്കെ, ഇത്രയും ഡെറിവേഷൻ. നമുക്ക് അതിൻ്റെ പ്രോപ്പർട്ടീസും നോക്കാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നോക്കാം.